അങ്ങനെ നമുക്ക് ഇന്നൊരു 2 വർക്ക് കാണാം. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിനും ഒന്നൊരു വെഡ്ഡിംഗ് കേക്ക് 2 ടയറുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിൻ്റെ കേക്കാണ്. അതിലൊരു ക്രോസും അതേപോലെ ഒരു പ്രാവും ഒക്കെ നിൽക്കുന്ന ഒരു കസ്റ്റമൈസ്ഡ് ടോപ്പറാണ് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെയാണ് നമ്മളത് തലേന്നൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്തൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഡിസൈനും ഇതേപോലെയാണ്. കണ്ടിട്ട് സത്യം പറയില്ല ഒരു കട്ടി വെച്ച് കൊടുക്കാൻ തോന്നി. അത്ര ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ കാണുന്നതിനെക്കാട്ടി ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാനെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ കുറച്ച് ബീഡ്സും കൂടെ ഇട്ടേക്കണേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ നമ്മൾ കുറച്ച് ബീഡ്സും അതേപോലെ സിൽവർ ഫോയിലുണ്ടല്ലോ, എഡിബിളായിട്ടുള്ള സിൽവർ ഫോയിലും ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടിട്ട് സത്യം പറയാലോ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി. അത്ര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റിയിട്ട് അടുത്ത വെഡ്ഡിങ് കേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 ടയർ വെഡ്ഡിങ് കേക്കാണ്. നല്ല ഹൈറ്റിലൊക്കെ എടുക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്ന പൂജ ഇവന്റ് കാറ്ററേഴ്സ് ആണ് കേട്ടോ. അത് മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ ഷോപ്പിൻ്റെ ഓണറും കൂടെ ആണ് കേട്ടോ. അപ്പോൾ സുരേഷ് എണ്ണം പറഞ്ഞിട്ട് ചെയ്ത ഒരു കേക്കാണ് ഇത്. റിപ്പീറ്റഡ് ഡിസൈനാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതും ചെയ്ത് വരുമ്പോൾ നല്ല ആ പർപ്പിൾ ഷെയ്ഡും ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാൻ. അപ്പോൾ അതും നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് രണ്ടും എന്താ സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ നല്ല കൂൾ ചെയ്യാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. എന്നിട്ടാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. അങ്ങനെ 2 ഓപ്പോസിറ്റ് ദിക്കിലേക്കുള്ള ഡെലിവറിയാണ് കേട്ടോ. അതും ടൈം എന്ന് പറയുന്നത് 6:15 6:30 ആട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്. 6:15 ഫംഗ്ഷൻ്റെ കേക്ക് എന്ന് പറയുന്ന ബാപ്റ്റിസം കേക്കാണ്. നമുക്ക് പള്ളിയിലെ ഫംഗ്ഷൻ ഒരിക്കലും ലേറ്റ് ആവാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ആദ്യം അത് തന്നെയാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ആ ഷോപ്പിൽ വെക്കാനുള്ള 2 കേക്കും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല യമണ്ട നീളമുള്ള 2 ടയർ കേക്കുമായിട്ട് നമ്മൾ ഡെലിവറിക്കായിട്ട് പോവുകയാണ്. ടയർ കേക്ക്സ് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ പിടിച്ച് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു മാനസിക വിഭ്രാന്തിയാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലാണ് നമ്മൾ ബാപ്റ്റിസം കേക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഷോപ്പിൽ ഇറങ്ങാനുള്ള 2 കേക്കും കൂടെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷോപ്പിൽ ആ 2 കേക്കും കൊടുത്ത് പോകുന്ന വഴിക്ക് ഏത് അമ്പലം കണ്ടാലും ഞാൻ പ്രാർത്ഥിക്കും ഭഗവാനെ ഇത് രണ്ടും കറക്റ്റായിട്ട് അങ്ങ് എത്തിച്ചേക്കണേന്ന്. അങ്ങനെ ഇഴഞ്ഞ് നീങ്ങൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴി ഞാൻ എപ്പോഴും തിരിഞ്ഞു നോക്കും കേട്ടോ. മറ്റേ കേക്ക് അതേപോലെ തന്നെ ഇരിപ്പുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിൻ്റെ കേക്കാണ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിനാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വരണേ വരാതിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഈവനിങ് ടൈം ഫുൾ ഡെലിവറി ടൈം ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓട്ടപ്പാച്ചലിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള ഫംഗ്ഷൻസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അവിടെ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ നിന്ന് വെയിറ്റ് ചെയ്ത് ആൾ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ 2 ടയർ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായാലും കോമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും ബൈ ബൈ.